വരുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയുന്ന സിസ്റ്റം പ്രകാരം എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു വരുമാനം, അത്യാവശ്യം ഒരു 5000 രൂപ അടുത്ത് വരുന്ന വരുമാനം എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതിന്റെ ഒരു പ്ലാനാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത്. എല്ലാവരും കംഫർട്ടബിൾ അല്ലേ? എന്റെ ശബ്ദം എല്ലാം ക്ലിയർ അല്ലേ? ശബ്ദം ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. വലിപ്പമുണ്ടല്ലോ ആവശ്യം. വായിക്കാവുന്ന വലിപ്പല്ലേ മനോഹരൻ സാർ? വായിക്കാവുന്ന ഓക്കെ. അപ്പോ നമുക്ക് എങ്ങനെ ഒരു 5000 റുപ്പീസ് കമ്പനി പറയുന്ന സിസ്റ്റം പ്രകാരം, ഇത് പ്രത്യേകിച്ച് നമ്മുടെ കമ്പനി നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല, അല്ലെ? നമ്മളാണ് തീരുമാനിക്കുന്നത് ഈ മാസം ഈ വരുമാനം മേടിക്കണമോ മേടിക്കണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കമ്പനി നേരത്തെ പോലെ പറയാറുണ്ട്, കമ്പനി തരുന്നത് ഒരു ബ്ലാങ്ക് ചെക്കാണ്. വരുമാനം എഴുതിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. ഒരു ഫിക്സഡ് സാലറി ഒരിക്കലും മോദിക്ക് ബിസിനസ് ഇല്ല. നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ച് കൂടിയ വരുമാനം വേണമെങ്കിൽ അതിനുവേണ്ടി ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം വാങ്ങിക്കാം. അതേസമയം നമുക്ക് കുറച്ച് വരുമാനം മതി, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതേ രീതിയിൽ പോകാം. അപ്പൊ ഇവിടെ ഈ പറയുന്ന സിസ്റ്റം പ്രകാരം നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമുക്ക് 5000 രൂപയിൽ വരെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ PCV എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്ക് ഈ പ്രോഗ്രാമിലുണ്ട്. എന്താണ് CV എന്ന് പറയുമ്പോൾ? അതിന്റെ അർത്ഥം കമ്മീഷണബിൾ വോളിയം, അല്ലെ? കമ്മീഷണബിൾ വോളിയം എന്നാണ് CVയുടെ ഫുൾ ഫോം, അല്ലെ? PCV എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സണൽ കമ്മീഷണബിൾ വോളിയം, അല്ലെ? നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന കമ്മീഷണബിൾ വോളിയം ആണ് അതിന്റെ ഫുൾ. അതാണ് ഒരു ഷോർട്ടാണ് PCV. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, പേഴ്സണൽ CV, അല്ലെ? 3000 CV വാങ്ങിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാസത്തിനുള്ളിൽ നമ്മൾ വാങ്ങിച്ചാൽ മതി. ഒറ്റ ബില്ലായിട്ട് വാങ്ങിക്കണം നിർബന്ധമില്ല. നമ്മൾ 500 CVക്ക് മേടിക്കുമ്പോൾ പോലും നമുക്ക് കമ്പനി ഇപ്പൊ പുതിയ ഓഫറുകൾ തരുന്നുണ്ട്, അല്ലെ? അങ്ങനെ നമുക്ക് 500 1500 പല തവണയായിട്ടൊക്കെ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ വാങ്ങിക്കുന്ന CV ഇവിടെ 3000 CV ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു 50% CV വെച്ച് കണക്കാക്കിയാലേ നമ്മുടെ പല ഉൽപ്പന്നങ്ങൾക്ക് 60ഉം 70ഉം ഒക്കെ ഉണ്ട്. ചില ഉൽപ്പന്നങ്ങൾക്ക്, എസ്പെഷ്യലി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഉൽപ്പന്നങ്ങൾക്കൊക്കെ CV കൂടുതലാണ്. ആവറേജ് എത്ര രൂപയുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോഴായിരിക്കും ഈ 3000 CV വരുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറയാം? ഏകദേശം മതി. 3000 CV എന്ന് പറയുന്നത് എത്ര രൂപ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോഴായിരിക്കും? 4500. ഓക്കെ. അതിന് വേണം പറഞ്ഞ് 4000. നല്ല ഹൈ BV ഉള്ള പ്രോഡക്റ്റുകൾ മേടിക്കുമ്പോൾ 4000 CV ഉള്ള പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ 4500 മേടിക്കുമ്പോൾ തന്നെ 3000 വരാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ചും കൂടി നമ്മളിപ്പോ ഹൈ വോളിയം ഉള്ള ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിക്കുന്നത്, കുറച്ചും കൂടി CV കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ കുറച്ചും കൂടി നമ്മൾ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ആണെങ്കിൽ എത്ര രൂപ ഉൽപ്പന്നം മേടിക്കാം? കുറച്ചും കൂടി വോളിയം കുറഞ്ഞ ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഒരു 5000 5500 രൂപ. ലീല മേഡം, താങ്ക് യു. ലീല മേഡം പറഞ്ഞ ഒരു 5000 5500 വാങ്ങിക്കുമ്പോൾ നമുക്ക് 3000 CV കിട്ടും, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബിസിനസിന്റെ എല്ലാ വരുമാനങ്ങളും, അല്ലെ, അച്ചീവ്മെന്റ്സും എല്ലാം കമ്പനി കണക്കാക്കുന്നത് ഈ കമ്മീഷണബിൾ വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? നമ്മളും നമ്മളുടെ ടീം അംഗങ്ങളും ചെയ്യുന്ന കമ്മീഷണബിൾ വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വരുമാനം, മറ്റു നേട്ടങ്ങളെല്ലാം കമ്പനി നിശ്ചയിക്കുന്നത്. കാരണം ഈ പ്രോഗ്രാം പുതിയ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കൂടി പറയുന്നത്. അപ്പൊ ഇനി കുറച്ചും കൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ലീല മാഡം, നിങ്ങൾ എല്ലാവരും പെർമിഷനോട് കൂടി ഞാനൊരു 6000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോഴാണ് ഒരു 3000 CV വരുന്നതെന്നുള്ള രീതിയിൽ കണക്കാക്കും. ഇപ്പൊ നമ്മുടെ ഫുഡ് ആൻഡ് ബീവറേജസിനൊക്കെ BV കുറവാണ്. ഇപ്പൊ നമ്മുടെ റൈസ് ബ്രാൻ ഓയില്, അതേമാതിരിയുള്ള ഫുഡ് ആൻഡ് ബീവറേജസ് ഉൽപ്പന്നങ്ങൾക്ക് വോളിയം കുറവാണ്. നമ്മുടെ ലൗണ്ടറി കെയറിനൊക്കെ വോളിയം കുറവാണ്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു 6000 രൂപ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് എന്തായാലും 3000 CV കിട്ടും. അത് പല തവണയായിട്ട് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വാങ്ങിക്കാം. നമ്മൾ നേരത്തെ ഒരു 100 PV ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് നമുക്കുണ്ടായിരുന്നു. അത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അവരെ എൻകറേജ് ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ ഒരു ക്ലബ്ബായിട്ട് ഒരു 3000 CV കണക്കാക്കിയാൽ മതി. ഓക്കെ. 3000 CV എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു റോൾ മോഡൽ അഡ്വൈസർക്ക് ചെയ്യാവുന്നതും മറ്റൊരു മാതൃകയാവുന്നതുമായിട്ട് ഒരു വോളിയമായിട്ട് 3000 CV കണക്കാക്കും. ഇനി നമ്മളുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞത്, നമുക്ക് ഈ മാസം 5000 രൂപയിൽ മേലെ വരുമാനം വാങ്ങിക്കണം. അതാണ് നമ്മളുടെ പ്ലാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ 3 ഗോൾഡൻ റൂൾസ് ഉണ്ട്, അല്ലെ?
നമ്മളുടെ മോദിവേ ബിസിനസ്സിൽ കമ്പനി ഇതിൽ വിജയിക്കാനും വരുമാനം ഉണ്ടാക്കാനും അച്ചീവ്മെന്റ് നേടാനും പറയുന്ന 3 ഗോൾഡൻ റൂൾസ് ഉണ്ട്, അഥവാ 3 ഗോൾഡൻ ബിഹേവിയേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് ആരെങ്കിലും പറയാം? നമുക്ക് അറിയാവുന്നതാണെങ്കിലും നിങ്ങളുടെ വാക്കുകളുടെ കേൾക്കുമ്പോൾ അതൊരു സന്തോഷം. എന്താണ് 3 ഗോൾഡൻ റൂൾസ്? Buy, use, share. ഓക്കെ ഓക്കെ തോമസ് സർ. ബൈ, യൂസ്, അല്ലെ, Share. ഷെയർ. ഷെയറിൽ എന്തൊക്കെയുണ്ട്? ഷെയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്? Share the Experience. product and opportunity. ഓക്കെ, താങ്ക് യു. ലാസർജി അല്ലേ സംസാരിച്ചത്? Yes, ഓക്കെ, yeah. കൺഗ്രാജുലേഷൻ. ഓക്കെ, ആ ലാസർജി പറഞ്ഞു, തോമസ് സാർ പറഞ്ഞു, കൺഗ്രാജുലേഷൻ. അപ്പോൾ കമ്പനി പറയുന്നത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, യൂസ് ദി പ്രോഡക്റ്റ്. നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പകരം മോദിക്കേറിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, മോദിക്കേർ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ മാത്രം ട്രഡീഷണൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ യൂസ് ദി പ്രോഡക്റ്റ്. സെക്കൻഡ്, കമ്പനി പറയുന്നത് ഷെയർ ദി പ്രോഡക്റ്റ്. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായോ ഓഫ്ലൈനായോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ ഉൽപ്പന്നങ്ങളായിരിക്കണം നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, ഷെയർ ദി പ്രോഡക്റ്റ്. മൂന്നാമതായിട്ടാണ് കമ്പനി പറയുന്ന ഗോൾഡൻ റൂൾ. എന്താണ് നേരത്തെ പറഞ്ഞത്? മൂന്നാമത്തെ ഗോൾഡൻ റൂൾ എന്താണ്? ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി. അതിനു മുമ്പ് എന്താണ്? ഷെയർ ദി ഓപ്പർച്യൂണിറ്റി, അല്ലെ? ഷെയർ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഷെയർ ചെയ്യാൻ. എന്താണ് ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇന്നലെ MLC-യിലെ പ്രോഗ്രാമിന് വന്ന കൺസൾട്ടൻസ്, അഡ്വൈസേഴ്സ് അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ജിനീഷ് സാറ് വളരെ മനോഹരമായിട്ട് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ശരിയല്ലേ റിനി മാഡം? ജിനീഷ് സാറ് വളരെ നന്നായിട്ട് സംസാരിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഇന്നലത്തെ നമ്മൾ MLC-യിലെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന മറ്റ് ബഹുമാനപ്പെട്ട അഡ്വൈസേഴ്സ് വേറെ ആരൊക്കെയാണ് ഇപ്പൊ ഇതിലുള്ളത്? ഇന്നലത്തെ MLC പ്രോഗ്രാമിൽ പങ്കെടുത്ത മറ്റ് കൺസൾട്ടൻസ് അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് വേറെ ആരാണുള്ളത്? ആരായാലും ഉണ്ടോ? വേറെ ഇവിടെ ഞാൻ പേര് നോക്കിയണോ? വേറെ ആരെങ്കിലും ഉണ്ടതില്ലേ ഇന്നലെ പങ്കെടുത്തിരുന്ന? എനിക്ക് തോന്നുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റിനി മാഡം മാത്രം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, സാറ് പറഞ്ഞത് വേറെ എങ്ങും കിട്ടാത്ത, അല്ലെ? കാരണം നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ നിത്യോപയോഗ സാധനങ്ങള് ഷോപ്പുകളിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചിരുന്നവരാണ്, അല്ലെ? മോദിക്കല വരുന്നതിന് മുമ്പ്. ഇന്നും അങ്ങനെ തന്നെയാണ് സമൂഹത്തിലെ ഒരു ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മോദി കെയറെ കുറിച്ചും നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചും ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും ഇതിൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാത്ത ആൾക്കാർ ധാരാളം പുറത്തുണ്ട്. അവരിപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ വേറെ എങ്ങും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ, അക്കമിട്ട് പറയുകയാണെങ്കിൽ 5 or 6 കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമ്മുടെ കമ്പനി തരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, സാധാരണ കടകളിൽ ആവറേജ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത്, അല്ലെ? ആവറേജ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ്. നമ്പർ 1 ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളൊന്നും നമുക്ക് സാധാരണ ഷോപ്പുകളിൽ നിന്ന് കിട്ടാറില്ല. അങ്ങനെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ വിലയും കൊടുക്കണം. അപ്പൊ ഇവിടെ മോദി കെയറിൽ വരുമ്പോൾ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത് എന്താണ്? തൃപ്തിക്ക് ഗ്യാരണ്ടി നൽകുന്നു. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യനും പ്രകൃതിക്കും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം ഇല്ലാത്ത, വസ്ത്രങ്ങൾക്ക് പ്രോബ്ലം ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാത്ത നിലവാരമുള്ള, അല്ലെ, എക്കോ ഫ്രണ്ട്ലിയാണ് ഉൽപ്പന്നമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി എന്താണ്? നമുക്ക് അപ് ടു 30% വരെ ചില ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് വില കുറവ് ലഭിക്കുന്നുണ്ട്, അല്ലെ? ആ വില കുറവ് ഇന്നും നാളെയും മാത്രമല്ല, അല്ലെ? നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പല്ല് തേക്കണം, കുളിക്കണം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അല്ലെ, ലൈഫ് ലോങ് ആയിട്ട് 30% വരെ വില കുറവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യമല്ലേ? മറ്റുള്ളവരോട് പറയാനത് സന്തോഷം ഉണ്ടാവില്ലേ? നമുക്ക് ഒരാളോട് പറയാം. ഹലോ, ഉണ്ടോ? ഉണ്ട്, അല്ലെ? ഇപ്പൊ റിനി മേഡം ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാ പറയുന്നുണ്ട്, അല്ലെ? ഓക്കെ. രണ്ടാമതായിട്ട് എന്താണ്? ഇത്രയും കാലം വരെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നപ്പോ ഒരു ഷോപ്പുകാരും ഒരു ബ്രാൻഡും തരാത്ത ഒരു സബ്സിഡി, അല്ലെ, ഒരു ചെറിയ ഇൻകം എങ്കിലും ബാങ്കിലേക്ക് തരാൻ
നമ്മുടെ കമ്പനി തയ്യാറാണ്. ശരിയല്ലേ? ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ മോദിക്ക് തരാൻ തയ്യാറാണ്. ശരിയാണോ? റെസ്പോണ്ട് ചെയ്യാം. ശരിയാണോ? Yes. ശരിയാണോ? അടുത്തത് എന്താണ്? നമ്മളൊരു വെറും ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് 500 CV, ഒരു 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ പോലും നമുക്ക് അതില് ധാരാളം ഉൽപ്പന്നങ്ങൾ സൗജന്യമായിട്ട് സ്പെഷ്യൽ ഓഫറായിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ സാധാരണ ഷോപ്പിൽ നമുക്ക് കിട്ടാറുണ്ടോ? ഫ്രീ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടാറുണ്ടോ? 10% അതിന് വരെ കിട്ടാറുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു ബെനിഫിറ്റ്. ഇപ്പോ നമുക്കിപ്പോ മെറ്റീരിയൽ ബെനിഫിറ്റ് ആയിട്ട് 3 ബെനിഫിറ്റ് ആയി. എന്തൊക്കെയാണ്? റീറ്റെയിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് ബാങ്കിൽ സബ്സിഡി വരുന്നുണ്ട്, സ്പോട്ടിൽ തന്നെ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട് അല്ലെ? ഇനി 4ാമതായിട്ട് എന്താണ്? ഇത്രയും കാലം വരെ ഒരുപാട് നിത്യോപയോഗ സാധനങ്ങൾ മറ്റു ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു, അതവിടെ രേഖപ്പെടുത്താറില്ല. സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു എന്ന് കരുതി അവിടെ നിന്ന് നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും നമുക്ക് തരാറില്ല അല്ലെ? സാധാരണ നമ്മള് മോദി കേരളല്ലാതെ ഇപ്പോ എക്സാമ്പിൾ ഇപ്പോ ഞാനിവിടെ എനിക്ക് തോന്നുന്ന പ്രോഗ്രാമിൽ ശോഭ എന്ന് പറയുന്ന മാഡം ഉണ്ട് ഉണ്ടെന്നുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ ശോഭ മാഡം ഒരു 6 മാസം ആയിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത പലചരക്കടയിൽ നിന്നോ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ ശോഭ മാഡം അവിടെ പോയി പറയാം, ഞാൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്, ഞാൻ 6 മാസമായിട്ട് സ്ഥിരമായിട്ട് താങ്കളുടെ ഷോപ്പിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ 6 മാസം സ്ഥിരം വാങ്ങിച്ച് താങ്കൾ സ്ഥിര കസ്റ്റമർ എന്നുള്ള രീതിയിൽ താങ്കൾ എനിക്ക് എന്താ തരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകാർ എന്ത് തരും? എന്ത് കൊടുക്കും? ശോഭ മാഡത്തിന് എന്തെങ്കിലും ഉൽപ്പന്നം ഫ്രീ കൊടുക്കുമോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുമോ സ്ഥിരമായിട്ട് മേടിച്ചെന്നുള്ള കാരണം കൊണ്ട്? ഇല്ല. അല്ലെ? ചിലപ്പോൾ കടം കൊടുക്കുമായിരിക്കും പരിചയമുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ അതല്ല. നമ്മൾ ഓരോ മാസവും വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുകയും 6 മാസം കമ്പനി പറയുന്ന രീതിയിൽ അല്ലെ, ഇപ്പൊ നമുക്ക് 100% കിട്ടുന്നതിന് വേണ്ടിയായിട്ട് കമ്പനി പറയുന്നത് 2500 CV ഉൽപ്പന്നമാണ്. 80% കിട്ടുന്നതിന് അതിന് താഴെയും കമ്പനി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ 6 മാസം വാങ്ങിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ മാസം 2500 രൂപ വരുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെ നമുക്ക് സൗജന്യമാണ്. എന്റെ അറിവില് വേറെ ഒരു കമ്പനിയും ഒരു ഷോപ്പും കൊടുക്കുന്നില്ല. തീരുന്നില്ല, വീണ്ടും 6 മാസം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോയൽറ്റി ഇനത്തിൽ 2500, ലോയൽറ്റി പ്ലസ് ഇനത്തിൽ വീണ്ടും 2500, അങ്ങനെ ഒരു വർഷത്തിൽ 7500 രൂപ ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായിട്ട് മോദി വേ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന കസ്റ്റമറിന് നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. 4ാമത്തെ ബെനിഫിറ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ 4 ബെനിഫിറ്റ് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? റീറ്റെയിൽ ബെനിഫിറ്റ് പറഞ്ഞു, ബാങ്ക് സബ്സിഡി പറഞ്ഞു, സ്പെഷ്യൽ ഓഫർ പറഞ്ഞു, ലോയൽറ്റി പ്ലസും പറഞ്ഞു. ഇത് കൂടാതെ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, മണി ബാക്ക് ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, മനുഷ്യന് പ്രകൃതി സൈഡ് എഫക്ട് ഇല്ലാത്ത ഉൽപ്പന്നം, ഇത്രയും ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത ചെലവുകൾ പകുതിയാവുകയും നല്ല ഒരു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ സന്തോഷം കിട്ടും എന്നുള്ള ഈ ഒരു മനോഹരമായ ഒരു കാര്യം സത്യമാണെന്നുള്ള എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതല്ലേ? ഹലോ? അതെ. അതെ. ഒരു നല്ല വിശേഷം. ഈ നല്ല വിശേഷത്തിനാണ് സാധാരണ കൃത്യ ഭാഷയിൽ ഒരു വാചകം പറയാറുണ്ട്. നല്ല വിശേഷത്തിന് ഒരു പ്രത്യേക പേര് പറയുന്നുണ്ട്. ആ പേര് പറയാൻ പാടില്ല. സുവിശേഷം. സുവിശേഷം അല്ലെ? ഇത് നല്ല വിശേഷമല്ലേ? മറ്റുള്ളവർക്ക് ഗുണമുള്ള സുവിശേഷമല്ലേ? നല്ല വിശേഷമല്ലേ? എന്നല്ലേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ട സിനിമയെ കുറിച്ചും കഴിച്ച ഭക്ഷണത്തെ കുറിച്ചും പോയ യാത്രയെ കുറിച്ചും ട്രാവൽസിനെ കുറിച്ചും അല്ലെ ഇങ്ങനെ മനോഹരമായിട്ട് വർണ്ണിക്കാറുണ്ട്. ഒരു ഗുണമില്ലെങ്കിലും മനോഹരമായിട്ട് വർണ്ണിക്കാറുണ്ട്. അത് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അല്ലെ? ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, കണ്ടാൽ മതി അസുഖം മാറും. കൈപ്പുണ്യുള്ള ഡോക്ടറാണ് നമ്മൾ പറഞ്ഞ് ഒരുപാട് ഡോക്ടർമാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സിനിമ കണ്ടില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സിനിമയൊക്കെ നമ്മൾ വിജയിപ്പിച്ചിട്ടില്ലേ റിനി മാഡം? എന്ത് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ സത്യസന്ധമായ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരോട് പറയാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ് കമ്പനി പറയുന്ന 3ാമത്തെ ഗോൾഡൻ റൂൾ. അങ്ങനെ അവർക്ക് കൂടി നമുക്ക് കിട്ടിയ അവസരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കമ്പനി നമ്മൾ പറയുന്ന 3ാമത്തെ ഗോൾഡൻ റൂള്. ആ ഗോൾഡൻ റൂളിന്റെ പേരെന്താണ് പറഞ്ഞത്? ഒന്ന് നിങ്ങളുടെ വാക്കുകളിൽ കേൾക്കാൻ വേണ്ടിയാണ് ഇന്ററാക്ഷൻ. ആരൊക്കെ ഉണ്ടെന്നുണ്ട് ആക്റ്റീവായിട്ട്? Opportunity. എങ്ങനെയാണ്?
ഷെയർ ദി ഷെയർ ഓപ്പർച്യൂണിറ്റി. ദി ഓപ്പർച്യൂണിറ്റി അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെ പറ്റി മറ്റുള്ളവരോട് പറയാം. ഇതേമാതിരി എന്നോട് പറഞ്ഞപ്പോഴാണ് എന്റെയും കണ്ണ് ഓപ്പൺ ആയി. എനിക്കും എന്റെ കണ്ണിൽ വെളിച്ചം വീഴുന്നപ്പോഴാണ് ഇത്രയും കാലം വരെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളില് നഷ്ടമുണ്ടായിരുന്നുവെന്നും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വില കുറവിൽ കിട്ടുമെന്നും ഉൽപ്പന്നങ്ങള് നമുക്ക് സൗജന്യമായിട്ട് എടുത്ത് വിതരണം ചെയ്യാമെന്നും വീട്ടിൽ നിന്നൊരു ബിസിനസ് ആരംഭിക്കാമെന്നൊക്കെ ഞാൻ പഠിച്ചത് എന്നിലേക്ക് ഈ സുവിശേഷം എത്തിയപ്പോഴാണ്. ആ സുവിശേഷം എത്തിച്ചതാരാണ്? എന്റെ ഗ്രേറ്റ് അപ്ലൈനാണ്. ഈ ഒരു സുവിശേഷം എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ സമീർജി തന്നിട്ടുള്ളത്, നമ്മൾ മോദി കെയർ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സുവിശേഷം യാതൊരു മടിയും കൂടാതെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണ് ഈ 4 ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? 4 ബെനിഫിറ്റ് റിനി മാഡത്തിന് പറയാമോ? എന്തൊക്കെയാണ് 4 ബെനിഫിറ്റ് ഒന്ന് പറയാമോ? നമ്മൾ കമ്പനി പറയുന്ന 4 കസ്റ്റമർക്ക് കിട്ടുന്ന 4 ബെനിഫിറ്റ് ഇപ്പൊ പറഞ്ഞു. മെറ്റീരിയൽ ബെനിഫിറ്റ് പ്രോഡക്റ്റ്, ആ 1 റീറ്റെയിൽ പ്രോഡക്റ്റ്, 2 ബാങ്കിലേക്ക് സബ്സിഡി വരുന്നു, ഉം. 3 ഫ്രീ പ്രോഡക്റ്റ്, ഉം. 4 ലോയൽറ്റി, 5 ലോയൽറ്റി പ്ലസ്, പിന്നെ ഷെയറിംഗ് ദ ഓപ്പർച്യൂണിറ്റി. ഷെയറിംഗ് ദ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസരം ഷെയർ ചെയ്യേണ്ടത് അല്ലെ. ഈ വിശേഷങ്ങളാണ് മറ്റുള്ളവർ അവർക്ക് മുൻപിൽ ഈ അവസരം നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അല്ലെ. അതായത് ഇത്തരത്തില് സൗജന്യമായിട്ട് മോദി കെയർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ 4 ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ അവസരം ഷെയർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളൊരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അല്ലെ, നമ്മൾ കല്യാണത്തിനൊക്കെ വിളിക്കുന്ന രീതിയിൽ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതിൽ നിന്നും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള അല്പം ബിസിനസ് മൈൻഡുള്ള കുറച്ച് പേരെ നമ്മൾ പേര് എഴുതി വെച്ച് അതിൽ നിന്നൊരു 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. ഈ 3 പേരെയും നമ്മൾ സ്പോൺസർ ചെയ്യുന്നു അല്ലെ. സ്പോൺസർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ 3 പേരുടെ സ്പോൺസർ ഐഡിയ ആരുടേതായിരിക്കണം? നമ്മുടേതായിരിക്കണം. ഈ 3 പേരുടെയും പ്ലേസ്മെന്റ് ഐഡി ആരുടേതായിരിക്കണം? നമ്മുടെ ആയിരിക്കണം അല്ലെ. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ട്രിപ്പിൾ പവർ ബോണസ് എന്ന ബോണസിനെ പറ്റിയും കൂടി പറയുന്നുണ്ട്, ഷെയറിംഗ് ബോണസിനെ പറ്റി പറയുന്നുണ്ട്, അടുത്ത സ്ക്രീനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ 5,000 എത്തുന്നതിന് വേണ്ടി നമ്മൾ വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഈ 3 പേരുടെയും സ്പോൺസർ ഐഡിയും നമ്മുടേതായിരിക്കണം, പ്ലേസ്മെന്റ് ഐഡിയും നമ്മുടേതായിരിക്കണം. അപ്പൊ ആർക്കെങ്കിലും ആ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ലീഡേഴ്സായിട്ട് സംസാരിക്കാം. ഇനി ഇത് ഇപ്രകാരം തന്നെ വരണം എന്നില്ല. കണക്ക് എളുപ്പത്തിൽ പറയുന്നതിന് വേണ്ടിയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ വരച്ചിരിക്കുന്നത്. നമ്മൾ 3000 ചെയ്യുന്നു, നമ്മൾ 3 പേരെ സ്പോൺസർ ചെയ്ത് ഈ 3 പേരെയും 3000 CV ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹകരണങ്ങൾ നമ്മുടെ കമ്പനിയുടെയും അപ്ലയൻസിന്റെയും കമ്പനി ട്രെയിനിങ്ങുകളുടെയും MLCയുടെയും എല്ലാം സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഗ്രൂപ്പ് CV എത്ര വരുന്നു മിനി മാഡം? ഗ്രൂപ്പ് CV എത്ര വരുന്നു? 12,000. നമ്മൾ ചെയ്യുന്നത് എത്രയാണ് ഒറ്റയ്ക്ക് ചെയ്തത്? 3,000. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, കാരണം പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ 12,000 നമ്മുടെ ഗ്രൂപ്പ് CV. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഈ രീതിയിൽ 12,000 ഒരു സ്ട്രക്ചർ കൊണ്ടുവന്ന് കഴിഞ്ഞാല് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതില് നമ്മുടെ പല അഡ്വൈസേഴ്സിനും ലീഡേഴ്സിനും അറിയാവുന്നതായിരിക്കാം, അതേസമയം അറിവില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പേരെ നേരിട്ടെടുത്തു. അപ്പൊ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് 3000 × 3 9,000 അല്ലെ. അപ്പൊ നമ്മൾ 3 പേരെ എടുത്തു. ഷെയറിംഗ് ബോണസ് ആയിട്ട് ഈ 3 പേരിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഷെയറിംഗ് ബോണസ് ആയിട്ട് നമ്മൾക്ക് ആദ്യത്തെ സ്പോൺസറിംഗിൽ നിന്ന് കമ്പനി തരാന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് പറയാൻ പാടെങ്കിലും? 10% തരാന്ന് പറയുന്നത് 10%. 10% അല്ലെ. അപ്പോൾ 9,000ന്റെ 10% ആയിട്ടുള്ള 9,000 രൂപ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കമ്പനിക്ക് കൊടുത്ത് അത് അപ്രൂവ് ചെയ്തിരിക്കണം അല്ലെ. കൊടുത്തുകൊണ്ട് മാത്രമല്ല, അത് അപ്രൂവ് ചെയ്ത് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാല്
അടുത്ത ആഴ്ച തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്ന ഷെയറിംഗ് ബോണസ് എത്രയാണ് കാണിച്ചിട്ടുള്ളത്? 900. 900 ഷെയറിംഗ് ബോണസ് ആയിട്ട് വേണമെങ്കിൽ വരുന്ന ആഴ്ച തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താം. ഓക്കെ. രണ്ടാമതായിട്ട് കമ്പനി നമുക്ക് തരുന്ന വരുമാനമാണ് ട്രിപ്പിൾ പവർ ബോണസ്, അല്ലെ? ട്രിപ്പിൾ പവർ ബോണസിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ്? നമ്മുടെ പേഴ്സണൽ CV മിനിമം 2000 ഉണ്ടായിരിക്കണം. നമ്മളിവിടെ എത്ര ചെയ്തിട്ടുണ്ട്? 3000 ചെയ്തിട്ടുണ്ട്, അല്ലെ? രണ്ടാമത്തെ റൂൾ എത്രയാണ്? 3 നമ്മുടെ കൂടെ വരുന്ന എത്ര പേര് 2000 വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ ലീല മാഡം? 3 പേര് ഫ്രണ്ട് ലൈൻ 2000 വെച്ച്. 3 പേര് 2000 വെച്ച് ചെയ്തിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ റൂൾ പറയുന്നത്. പക്ഷെ ഇവിടെ 3 പേരും 3000 വെച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതും നമ്മൾ ഇവിടെ ഓവർകം ചെയ്തു, നമ്മളത് ക്ലിയർ ചെയ്തു. മൂന്നാമതായിട്ട് കമ്പനി പറയുന്നത് എന്താണ്? മിനിമം 12000 ഫ്രണ്ട് CV വന്നിരിക്കണം. ഇവിടെ 12000 ഫ്രണ്ട് CV നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പനി പറയുന്ന 3 കാര്യങ്ങളും നമ്മൾ ചെയ്തു. അപ്പോൾ ട്രിപ്പിൾ പവർ ബോണസ് കമ്പനിയുടെ ഒരു പൂളിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജിനീഷ് സാറായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് 2000-നും 2500 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും ട്രിപ്പിൾ പവർ ബോണസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ 2500 പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ പ്ലാൻ അനുസരിച്ച് ട്രിപ്പിൾ പവർ ബോണസ് കിട്ടുന്നത് വീക്കിലി ആണോ മന്ത്ലി ആണോ? പുതിയ മന്ത്ലി. 2500 രൂപ നമുക്ക് അടുത്ത മാസം നമുക്ക് ബോണസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, അല്ലെ? അതുകൂടാതെ നമ്മളുടെ ആഗ്രഹപ്രകാരം കമ്പനി വീണ്ടും അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് നമുക്ക് വീണ്ടും നമ്മൾ പ്ലാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് ആയിട്ട് 7%, അതായത് 3000 CV-യുടെ 7%, 210 രൂപ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് ആയിട്ട് നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ പവർ ബോണസിനോടൊപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അക്കൗണ്ടിലേക്ക് വരുന്ന പെർഫോമൻസ് ബോണസ് എത്രയാണ്? 210, അല്ലെ? ഇനി നമുക്ക് പുതിയ അല്ലെങ്കിൽ ഈ മാസം ഓഫർ പറഞ്ഞ ആ ഓഫർ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബിസിനസ് ചെയ്തപ്പോ ഞാൻ വാങ്ങിച്ചത് ഇവിടെ കാണിക്കുന്ന ഓഫറിൽ സോഫാഷിന്റെ ഹാൻഡ് വാഷാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ 3000 CV-ക്ക് മേൽപോട്ട് എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് ഫുട്ട് ഓഫ് ദി എർത്ത് ക്ലെൻസിങ് ജെല്ല് 432 വില വരുന്നത്. എത്ര എണ്ണം കിട്ടുമെന്നാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? മുകളിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെ അറിയാമോ? 2 എണ്ണമാണോ? ഓക്കെ. ഇടത് വശത്ത് 1500 മുതൽ 2999 വരെയുള്ള ബില്ലിംഗ് ആണ് ചെയ്യുന്നത്, CV ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് ദി എർത്തിന്റെ ഫെയർനെസ് സെല്ല് എത്രയാണ്? 1 എണ്ണം. റൂട്ട് ഓഫ് ദി എർത്തിന്റെ നീമാൻ റോസ്മേരി ഫേസ് പാക്ക് 1 എണ്ണം. ശ്ലോകയുടെ സൂര്യന്റെ UV പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള ക്രീം 1 എണ്ണം. അതിന് 343 ഇത് എത്ര ചെയ്യുമ്പോഴാണ്? 1500 മുതൽ 2599 വരെ. ഓക്കെ. അപ്പൊ അതേസമയം 3000-ന് മേലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 432 രൂപ വില വരുന്ന ക്ലെൻസിങ് ജെൽ എത്ര എണ്ണം പറയുന്നത്? 2 എണ്ണം. ഓക്കെ. അതേമാതിരി സോപ്പ് വാഷിന് 3-in-1 ഹാൻഡ് വാഷ് 350 രൂപ വില വരുന്നത് എത്രയാ പറയുന്നത്? 2 എണ്ണം. അതല്ല സിൽവർ ക്ലീനർ 2 എണ്ണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏതാണ്? ഞാൻ എടുത്തിരിക്കുന്നത് 350, അതായത് 432 വില വരുന്ന ക്ലെൻസിങ് ജെല്ലാണ് എടുത്തിരിക്കുന്നത്. എനിക്കിഷ്ടം അതായതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ മാസത്തെ ഓഫറാണ്. ഓരോ മാസവും ഉൽപ്പന്നങ്ങൾ മാറുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആവറേജ് ഈ വിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓഫർ പ്രൊഡക്റ്റ് ആയിട്ട് 794 രൂപ വരുന്ന ഉൽപ്പന്നമായിരിക്കും 3000 CV ചെയ്യുമ്പോൾ ഈ മാസം ഒരു കൺസൾട്ടന്റിന് അഡ്വൈസർ കിട്ടുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഓഫർ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന പ്രോഡക്റ്റ് 794 രൂപ. ക്ലിയർ ആണോ? ആരെയും റെസ്പോണ്ട് ചെയ്യാമോ? അതെ ക്ലിയർ ആണ്. അപ്പൊ അതിന്റെ പിക്ചർ കൃത്യമായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആഡ് ചെയ്താൽ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്താൽ. ഇനി അതുകൂടാതെ നമുക്കറിയാം നമ്മൾ 3000 രൂപ ഉൽപ്പന്നം 3000 നേരത്തെ പറഞ്ഞ CV ഉൽപ്പന്നം മേടിക്കുമ്പോൾ ഏതാണ്ട് 6000 രൂപ DP റേറ്റ് ആയിരിക്കും. എങ്ങനെ പോയാലും ഒരു 7500 ആയിരിക്കും അതിന്റെ MRP, അല്ലെ? 6000 രൂപ ഉൽപ്പന്നങ്ങൾ നമ്മൾ റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 7500 ഉണ്ടാവും. 1500 രൂപ നമുക്ക്
റീറ്റെയിൽ മാർജിൻ ലഭിക്കും. ഇവിടെ ഞാൻ കുറച്ചാണ് എഴുതിയിരിക്കുന്ന റീറ്റെയിൽ മാർജിൻ ഒരു 1200 രൂപ റീറ്റെയിൽ മാർജിനായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അതായത് 6000 രൂപയുടെ ഉൽപ്പന്നങ്ങളുടെ MRP എത്രയായിരിക്കും ഈ കണക്കിനാണെങ്കിൽ? 6000 രൂപ കൊടുത്ത് മോദി കെയർന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ MRP എത്രയായിരിക്കും ഈ കണക്കിന്? ഇന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഈ കണക്ക് പ്രകാരം 7200 ആയിരിക്കും അല്ല, ശരിയല്ലേ? 7000. ഈ കണക്ക് പ്രകാരം ഇതിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ 900 രൂപ എന്ത് ബോണസാണ്? ഷെയറിംഗ് ബോണസ്. ഓക്കെ, 2500 എന്താണ്? ട്രിപ്പിൾ പവർ ബോണസ്. ബോണസ്. 210 എന്താണ്? അക്യുമുലേറ്റഡ് അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ്. 794 എന്താണ്? ഓഫർ പ്രോഡക്റ്റ്. ഓഫർ ബോണസ് ഓൺ ദ സ്പോട്ട് കിട്ടുന്നത് അല്ലേ? ആ. പിന്നെ എന്താണ്? 1200 എന്താണ്? റീറ്റെയിൽ മാർജിൻ. സെയിൽ മാർജിൻ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആ ഒരു മന്തിൽ തന്നെ കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്? 5604. 5604 ബെനിഫിറ്റ് ആണ് ഉടനെ കിട്ടുന്നത്. ഓക്കെ, ഉടനെ കിട്ടുന്നതാണ് 5604. ഇനി ഇത് ഈ 3000 CV വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ലോയൽറ്റി കസ്റ്റമറോ ലോയൽറ്റി പ്ലസ് കസ്റ്റമറോ ലോയൽറ്റി പ്ലസ് കസ്റ്റമർ ആകുമ്പോൾ എന്തുകൂടി കിട്ടും? ഒരു 1500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെ? 3000 CV ചെയ്യുമ്പോൾ തന്നെ ഒരു 1500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കമ്പനി മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് 7ാമത്തെ മാസം ഈ പറയുന്ന പോലെ 6000 ആയിട്ടും 11ാമത്തെ മാസം 12000 ആയിട്ടും അങ്ങനെ ഒരു വർഷം 18000 രൂപയുടെ ഉൽപ്പന്നങ്ങളായിരിക്കും ഏകദേശം ലോയൽറ്റി പ്ലസ് ഇനത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. എത്ര രൂപയുടെ ഉൽപ്പന്നങ്ങളാണ്? ഏകദേശം 18000 രൂപ ഉൽപ്പന്നങ്ങൾ അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ 1500 കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18000 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ 1500 രൂപയുടെ ഉൽപ്പന്നങ്ങളുടെ ആ കണക്ക് നമുക്ക് കിട്ടുന്നത്. അതായത് 3000 CV ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ അഥവാ 6000 രൂപ DP വരുന്ന ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതാണ്ട് 7200 MRP വരുന്ന ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? പഠിക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടി പറയാം. ഏതാണ്ട് 3000 CV വരുന്ന ഉൽപ്പന്നങ്ങൾ അഥവാ 6000 DP വരുന്ന ഉൽപ്പന്നങ്ങൾ അഥവാ 7200 രൂപ MRP വരുന്ന ഉൽപ്പന്നങ്ങൾ ഒരു മോദി കെയർ അല്ലെങ്കിൽ ഒരു മോദി അഡ്വൈസർ മേടിക്കുമ്പോൾ അയാൾക്ക് വേണ്ടിയായിട്ട് 1500 രൂപ വരുന്ന ഉൽപ്പന്നങ്ങൾ കമ്പനി മാറ്റി വയ്ക്കുന്നു. ഈ പറഞ്ഞ സെന്റൻസ് ആർക്ക് പറയാം? ഞാനിപ്പോ പറഞ്ഞ സെന്റൻസ് ആർക്ക് പറയാം? 3000 CV വരുന്ന ഉൽപ്പന്നങ്ങൾ 6000 DP വരുന്നത് 7500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ 1500 രൂപയുടെ സാധനങ്ങൾ കമ്പനി നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഓക്കെ, സൂപ്പർ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. 7200 ആണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൂടി കൂടുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് 5000 രൂപയിൽ മേൽ ബെനിഫിറ്റ് വാങ്ങിക്കുന്ന കണക്കല്ല പറഞ്ഞത്. അതിപ്പോ 5064 ലോയൽറ്റി ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ശരിയല്ലേ? അതെ, ലോയൽറ്റി കണക്കാക്കാതെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ലോയൽറ്റി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലാഭത്തിലേക്കുമ്പോ 7104 രൂപയായിരിക്കും അല്ലെ? അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു സുവിശേഷം നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പാടില്ലേ? ഇതിപ്പോ ആരോടാണ് പറയേണ്ടത്? ഇത് ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളോടാണ് പറയേണ്ടത് അല്ലെ? ഇത് പറയേണ്ടത് അല്ലെ? അതെ. അല്ലാതെയുള്ള ആളോട് എനിക്ക് വരുമാനമൊന്നും വേണ്ട, എനിക്ക് നല്ല ഉൽപ്പന്നങ്ങൾ വില കൂടുതൽ മേടിച്ചാൽ മതി എന്ന് പറയുന്ന ആളോട് നമുക്ക് എന്തൊക്കെ പറയാം? നേരത്തെ ആദ്യം പറഞ്ഞ 4 കാര്യം പറഞ്ഞാൽ പോരെ? 4+2 കാര്യം പറഞ്ഞാൽ പോരെ? എന്തൊക്കെയായിരിക്കും? മേടിക്കുമ്പോൾ കിട്ടുന്ന വിലക്കുറവ്, ബാങ്കിൽ വരുന്ന സബ്സിഡി, ഉടനെ കിട്ടുന്ന ഓഫർ പ്രോഡക്ട്സ്, 1 വർഷം കിട്ടുന്ന 3 മാസം പ്രോഡക്ട്സ് പറഞ്ഞാൽ മതി അല്ലെ? അപ്പൊ കഷ്ടം. അതായത് ഇതിവിടെ പറയുന്ന ആർക്ക് വേണ്ടിയാണ്? ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകളാണ് പറയേണ്ടത്. ഇത് ചെയ്യേണ്ടത് ആരാണ്? ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത്. ശരിയാണോ? അതെ. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എത്തരത്തിൽ വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇത് സൂക്ഷിക്കാം. ഇതിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അപ്ഡേഷൻസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ട്രിപ്പിൾ പവർ ബോണസ് 2500 എന്നുള്ളതിലേക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരാം, പ്രോഡക്റ്റുകൾക്ക് ചില വ്യത്യാസം വരാം, മാർജിന്റെ വ്യത്യാസം വരാം. ഇതിപ്പോ ഒരു ആവറേജ് അറൗണ്ട് ആയിട്ടുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ സ്ക്രീൻ മാറ്റുന്നു. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തു അല്ലെ എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുമ്പോഴും മറ്റുള്ളവർ പഠിപ്പിക്കാനായിട്ട് നമ്മൾ
പഠിക്കുമ്പോഴുമാണ് മോദി വേവ് ബിസിനസ്സിൽ നമ്മളൊരു ലീഡറായിട്ട് മാറുന്നത്, നമ്മളൊരു അച്ചീവറായിട്ട് മാറുന്നത്, നമുക്ക് റെക്കഗ്നീഷനും വലിയ വലിയ വരുമാനങ്ങളും കിട്ടുന്നതും നമ്മൾ മറ്റുള്ളവരൊക്കെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഇത് പഠിക്കുമ്പോഴല്ല മറിച്ച് പറഞ്ഞു പഠിക്കുമ്പോഴല്ല കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള പ്രാപ്തിയിലേക്ക് കഴിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മളൊരു ലീഡറായിട്ട് മാറുന്നതും വലിയ വലിയ വരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വിദ്യാഭ്യാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, കഴിവ് പ്രശ്നമല്ല. ഇപ്പൊ ഈ കണക്ക് അവതരിപ്പിക്കുന്ന ഞാൻ പോലും അത്രയ്ക്ക് കണക്കിൽ മിടുക്കനായ വ്യക്തിത്വമല്ല, വെറും ആവറേജ് ആണ്. എങ്കിലും പോലും ഈ ബിസിനസ്സിൽ എനിക്ക് വിജയിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ തന്നെ തയ്യാറാക്കി കണക്കാണ്. ഇത് പ്രസന്റേഷൻ തയ്യാറാക്കിയത് ഞാൻ തന്നെയാണ്. ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിട്ടില്ല, ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോയിട്ടില്ല. എനിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. മോദി ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോ എന്നെ നല്ലവരായ അപ്ലയൻസും കമ്പനി മാനേജേഴ്സും പലരും പഠിപ്പിച്ചു. പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസന്റേഷൻ ഞാൻ തയ്യാറാക്കിയത്, ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ ഇതിൽ വന്നുകൊണ്ടാണ്. അപ്പൊ എനിക്കിത് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെ എല്ലാവർക്കും സാധിക്കില്ലേ? ഹലോ, ശരിയല്ലേ? ശരിയാ സാർ ശരിയാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീനിൽ വലുതാക്കിക്കൊണ്ട് ഇവിടെ പറയേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പുതിയ ആളുകളിലേക്ക് നമ്മൾ മാറുക. മെമ്മറി ജോഗർ റീഫ്രഷ് ചെയ്ത് പുതിയ പുതിയ ആളുകളുടെ പേരുകൾ അതിന് ആഡ് ചെയ്യാം. അവിടെ പുതിയ ആളുകളെ നമ്മളുടെ അടുത്തേക്ക് നമുക്ക് കിട്ടുന്നതിനും വരുന്നതിനും വേണ്ടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് 1 to 1 ആളുകളെ കണ്ട് സംസാരിക്കാം. അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താം, അല്ലെ? വാട്സപ്പിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാറ്റസ് ഇടാം. ഫേസ്ബുക്കിൽ നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇടാം. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രൊമോഷണൽ പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്ക് അയക്കാം. നമുക്ക് കിട്ടിയ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ അപ്ലയൻസിനെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം. 3-way കോളിംഗ് നമുക്ക് ചെയ്യാം, അല്ലെ? ഒരേ സമയം 3 പേർക്ക് നമുക്ക് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത് പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലാണ്, അല്ലെ? നമ്മുടെ MNC നടക്കുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ? അതിലൊരു ഓപ്ഷൻ ആയിരുന്നു ഇന്നലെ നടന്ന വെയിറ്റ് മാനേജ്മെന്റിന്റെ പ്രോഗ്രാം, അല്ലെ? വെൽനസ് ഇഷ്ടപ്പെടുന്ന, ദീർഘായുസ് ഇഷ്ടപ്പെടുന്ന, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് MNC നടക്കുന്ന ബുധനാഴ്ച നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ പേഴ്സണൽ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊരു ഗസ്റ്റ് ഇന്നത്തെ പ്രോഗ്രാമിലുണ്ട്. അതാണ് നമുക്ക് ശോഭ മേഡം. ശോഭ മേഡം പ്രോഗ്രാമിലുണ്ടല്ലോ, അല്ലെ? ഉണ്ടോന്ന് അറിയില്ല, മൊത്തം. ഓക്കെ, അപ്പോ എനിക്ക് 2 ഗസ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ശോഭ. ഓക്കെ, സംസാരിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ സംസാരിക്കാം. അപ്പോ അതുകൂടാതെ വേറെ എനിക്ക് ഗസ്റ്റ് ഉണ്ട്. എന്റെ വൈഫ് പ്രോഗ്രാമിൽ വന്നിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇപ്പൊ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ MNCയിലേക്ക് ക്ഷണിക്കും. ഇപ്പൊ അതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി വേറെ ഇഷ്ടങ്ങളുള്ള ആൾക്കാരെ വിളിക്കാനായിട്ട് നമ്മൾ വരുന്ന ശനിയാഴ്ച വേറെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്, ആ പ്രോഗ്രാം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അറിഞ്ഞ ആൾക്കാർക്കൊന്ന് പറയാമോ? എന്താണ് വരുന്ന ശനിയാഴ്ച 3:30 മണിക്ക് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്? എന്താണ് പറയാമോ? അരമണിക്കൂർ ഡെമോ. ഓക്കെ, അരമണിക്കൂർ ഡെമോ, പിന്നെ പാട്ട് പാട്ട്. അല്ലേ? ലീല മേഡം മാത്രമേ പറഞ്ഞു, മറ്റുള്ളവരൊന്നും പറഞ്ഞില്ല. അരമണിക്കൂർ ഡെമോ, അതുകൂടാതെ പിന്നെന്താണ് നമ്മുടെ സമൂഹത്തിലെ കരോക്കെ പാട്ട്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്, അല്ലെ? പലർക്കും പല ഇഷ്ടങ്ങളാണ്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ടൂർ പോകാനായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കും ഇഷ്ടം, അല്ലെ? ചില ആളുകൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഇരിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ പലരും പല ഇഷ്ടങ്ങളാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളുള്ള ആളുകളെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആക്കി മാറ്റാം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മളുടെ
എന്താണ് ഏരിയ സെയിൽസ് മാനേജർ ജിനീഷ് സാറാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വെച്ചത്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മ്യൂസിക് ഒഴിവാക്കി മാറ്റിയാൽ എന്താണെന്ന്. കാരണം നമ്മളുടെ മാനേജ്മെന്റും നമ്മളുടെ സമീർജി പോലും സംഗീതത്തിന്റെ ഒരു ആരാധകനാണ് അല്ലെ. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും സംഗീത സാധനമാണ്. എസ്പെഷ്യലി നമ്മുടെ സിയാലിൽ നടന്ന പ്രോഗ്രാമിൽ പോലും സമീർജി വന്ന് പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം നടത്തിയ ആ പ്രോഗ്രാം അതും സംഗീതമയമായിരുന്നു. ശരിയാണോ? ശരിയാണോ? അപ്പോ നമ്മുടെ ചെയർമാൻ മുതല് എല്ലാവരും സംഗീതപ്രിയരാണ്. നമുക്കറിയാലോ, ഒരേ സ്വഭാവമുള്ള ഒരേ ക്യാരക്ടറുള്ള ആളുകളാണ് എപ്പോഴും ഒന്നിച്ചു കൂടുന്നത് അല്ലെ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, നിന്റെ എന്താണ് 9 തകർന്ന കൂട്ടുകാർ നിനക്കുണ്ടെങ്കിൽ 10ാമത്തെ തകർന്ന ആളെ കാണാനായിട്ട് നീ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്? കണ്ണാടിയിൽ ചെന്ന് നോക്കിയാ മതി. അല്ലെ, എന്റെ 9 കൂട്ടുകാര് തകർന്നവരാണ്, ഞാനും തകർന്ന ആളായിരിക്കും അല്ലെ. എന്റെ 5 കൂട്ടുകാരും അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനും ഡ്രിങ്ക് അടിക്കുന്ന ആളായിരിക്കും അല്ലെ. കാരണം ഒരേ സ്വഭാവമുള്ള ആളുകളെ ഒരുമിച്ച് കൂടാറുണ്ടാവും അല്ലെ. ജീവിതത്തിൽ വിജയിക്കാൻ താല്പര്യമുള്ള ഒരാളുടെ കൂട്ടുകാരും വിജയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരേ തരം മൈൻഡുള്ള ആളുകൾ തമ്മിലാണ് ഒന്നിച്ചു കൂടുന്നത്. ഒരേ ലക്ഷ്യമുള്ള ആൾക്കാരാണ് ഒരുമിച്ച് പോകുന്നത്. ശരി, അതുകൊണ്ട് തന്നെ സമീർജി ഒരു സംഗീത പ്രിയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം വന്നിട്ടുള്ള മാനേജേഴ്സ് എല്ലാവരും സംഗീത പ്രിയരാണ്. നമ്മുടെ ജിനീഷ് സാറും നല്ലൊരു പാട്ടുകാരാണ്. നമ്മളിൽ പലരും അത്യാവശ്യമൊക്കെ പാടുന്നവരാണ്. അപ്പോൾ ശനിയാഴ്ച 3:30 മണിക്ക് നമ്മൾ അരമണിക്കൂർ പ്രൊഡക്റ്റ് ലൈവ് ഡെമോയും ഉണ്ടാവും. അതിനുശേഷം നമുക്ക് സംഗീതത്തോട് താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കാം. ട്രാക്കിട്ട് പാടാൻ കഴിയുന്നവർക്കാണ് മുൻഗണന. അവർക്ക് പാടാൻ അവസരം കൊടുക്കാം. ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താം. ഉൽപ്പന്നങ്ങൾ അവർക്ക് വാങ്ങിക്കാം. അതിൽ നമ്മുടെ നമ്പർ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അങ്ങനെയും നമ്മുടെ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതേമാതിരി നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഷേപ്പ് ഷിഫ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ, നമ്മളുടെ വെയിറ്റ് മാനേജിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, അതേമാതിരി നമ്മളെ MLC ആരംഭിച്ചിരിക്കുന്ന രാവിലെ 9 മണി ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ആ പ്രോഗ്രാമിനെ കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? നമ്മുടെ ജോമോൾ മാഡം, നിഷ മാഡം, ആരെങ്കിലും ഒക്കെ ഉണ്ടോ പ്രോഗ്രാമിൽ? എന്താണ് ആ പ്രോഗ്രാം? അതിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഉണ്ടെങ്കിൽ എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര്? എന്താണ് ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത? അവിടെ എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാമോ? നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. സാറേ, രാവിലത്തെ ഫിറ്റ്നസ് ക്ലബിന്റെ കാര്യമാണോ അതെ ചോദിച്ചത്? അതെ അതെ, അതെന്താണ് അതിന്റെ പ്രത്യേകത? അതിലേക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? നിങ്ങൾ ഹാപ്പിയാണോ? ഞങ്ങൾ വളരെ ഹാപ്പി തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾക്ക് അവിടെ അരമണിക്കൂർ സുംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഷെയ്ക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രീമിക്സിന്റെ ഡ്രിങ്ക്സും അതും തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു കൂട്ടായ്മ. ഇത് പതിവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് മാനേജ് ചെയ്യാം. അതുകൂടാതെ നമ്മൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 65 കിലോനുണ്ടായിരുന്നു മോദിക്കെയറിൽ വരുമ്പോ. ഫസ്റ്റത്തെ കാര്യം കേട്ടോ പറഞ്ഞു. അത് ഞാനൊരു 4 കിലോയോളം കുറച്ചു. നോനി ജ്യൂസാണ് അന്ന് ഞാൻ എടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പൊ ഷെയ്ക്ക് കഴിക്കാൻ തുടങ്ങിയ പിന്നെ 1.5 കിലോയോളം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചയായിട്ടുള്ളൂ സുംബ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒത്തിരി ഹാപ്പിയാണ്. കാരണം അത് പഠിപ്പിക്കുന്നവരാണെങ്കിലും ഇടക്കിടക്ക് കൊച്ചിൻ MLC എന്നും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. വളരെ ഹാപ്പിയാണ് ഞങ്ങള്. ഇപ്പൊ ഞങ്ങൾ 7 പേരുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം. പിന്നെ നല്ലൊരു കൂട്ടായ്മയാണ്. ഷെയ്ക്കൊക്കെ കുടിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ജോമോൾ മാഡം. എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട താരങ്ങളില് ഒരു വ്യക്തിയാണ് ജോമോൾ മാഡം എന്ന് തോന്നുന്നു. അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരങ്ങളിൽ പ്രധാനപ്പെട്ട താരമാണ് ജോമോൾ മാഡം. കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഈ പറയുന്ന 9 മണിക്ക് നടക്കുന്ന ഫിറ്റ് ക്ലബിലേക്ക് ഫിറ്റ് ക്ലബിലേക്ക് നമുക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാം. അവരെ ഹെൽത്തി ആക്കാം, എനർജറ്റിക് ആക്കാം, പ്രൊഡക്റ്റീവ് ആക്കാം, ബ്യൂട്ടി ആക്കാം, അവരുടെ പ്രായം കുറക്കാം, യങ്ങാക്കാം. അതിനും നമുക്ക് ബോണസും മറ്റു കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നത്. അത്തരത്തിലും നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ആളുകളെ കൊണ്ടുവരാം പിന്നെന്താണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ബുധനാഴ്ചയും വെൽനസ് ട്രെയിനിങ് ഉണ്ട് 11 മണിക്ക്. അത്തരത്തിലുള്ള ആൾക്കാരെ ക്ഷണിക്കാം. നമ്മുടെ കമ്പനി പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ അപ്ലയൻസിന് സംസാരിക്കാൻ അറിയാം, നിങ്ങൾ ലീഡേഴ്സ് സംസാരിക്കാൻ അറിയാം.
അവർ സംസാരിക്കുന്ന അവർ ക്ലാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവരെ എത്തിച്ചാൽ മതി അല്ലെ. അപ്പോൾ ഇവിടെ ഏതൊരാൾക്ക് വേണമെങ്കിലും വിജയിക്കാം. നമുക്ക് കഴിവില്ലെങ്കിൽ സാറേ ഫിറ്റ്നസ് ക്ലബില് ഫീസ് ഉണ്ടോ? പിന്നെ ഞാൻ പേഴ്സണലി പറയാം കേട്ടോ. ഞാൻ പറയാം കേട്ടോ, ഫീസ് ഉണ്ട്. കാരണം നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെ പോലും 100-150 രൂപ കൊടുത്ത് നമ്മൾ കഴിച്ചാൽ പോലും കിട്ടാത്ത ന്യൂട്രിയൻസ് അടങ്ങിയ ഷെയ്ക്ക് നമുക്ക് തരുന്നുണ്ട്, പ്രോട്ടീൻ ഷെയ്ക്ക് തരുന്നുണ്ട്. നമുക്കത് കൂടാതെ നമ്മളുടെ ഫാറ്റ് ബേണിങ് ഇതിനുള്ള ടീ നമുക്ക് തരുന്നുണ്ട്. നമുക്കത് കൂടാതെ ട്രെയിനിങ് തരുന്നുണ്ട്. നമ്മളുടെ സബ്ക്യൂട്ടീനിയസ് ഫാറ്റും വിസറൽ ഫാറ്റും നമുക്ക് ചെക്ക് ചെയ്യാം, വെയിറ്റ് ചെക്ക് ചെയ്യാം, നമുക്ക് അവിടെ ഡാൻസ് ചെയ്യാം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. അത് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നത്, 1 മാസത്തേക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 1 ദിവസത്തേക്ക് 187 രൂപയാണ് വരുന്നത്. 1 മാസത്തേക്ക് എത്രയാണെന്നുള്ളത് 187 × 30 ഗുണിച്ചാൽ മതി. അതല്ല 15 ദിവസത്തേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 200 രൂപ 1 ദിവസത്തേക്ക് വരും. നമുക്കറിയാം, നല്ലൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ 150-200 രൂപ വരും. എങ്കിലും ഇവിടെ കിട്ടുന്ന ഫൈബറോ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സോ അല്ലെങ്കിൽ പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും കിട്ടാത്ത സാധാരണ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇത്തരം വില കൊടുക്കും. അതുകൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ട ഗ്യാസ് ലാഭം, സമയ ലാഭം അല്ലെ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ചെറിയൊരു ചെലവ് വരും. പക്ഷെ അതിനോടൊപ്പം നമുക്ക് കിട്ടുന്നത് ആരോഗ്യമുള്ള ശരീരം, രോഗമില്ലാത്ത അവസ്ഥ, സൗന്ദര്യം തിരിച്ചു കിട്ടുന്നു, നല്ല കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ ആ ഒരു ചേഞ്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി അവർക്കും ഒരു റോൾ മോഡൽ ആകാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് അറിയിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുക, നമ്മുടെ ഫിറ്റ് ക്ലബ്ബ് പരിചയപ്പെടുത്തുക, വെൽനസ് പ്രോഗ്രാം പരിചയപ്പെടുത്തുക, മ്യൂസിക്കൽ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അല്ലെ, എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇവിടെ 8 മണിക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 8:55 അതിലേക്ക് ക്ഷണിക്കാം. പിന്നെ നമ്മൾ വരുന്ന ഞായറാഴ്ച നടക്കുന്ന നമ്മുടെ ഫാമിലി മീറ്റ് അല്ലെ, നമ്മൾ മോദി ഗെയിംസ് ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന നമ്മുടെ വൈറ്റ് സിറ്റി പ്രോഗ്രാം 2:45 നടക്കുന്ന പ്രോഗ്രാം. എല്ലാവരും ഗസ്റ്റുകളായിട്ട് പങ്കെടുക്കുക. സമയത്ത് വരുന്നവർക്ക് നറുക്കെടുത്ത് സമ്മാനം കൊടുക്കുന്നു. കൂടുതൽ ഗസ്റ്റുകളെ കൊണ്ടുവരുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ഫാമിലി മീറ്റ് ആയിട്ട് എല്ലാവരും കണക്കാക്കുക. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 1-2 ലീഡേഴ്സിനെ സംസാരിക്കാം. അതിനുശേഷം നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ, ഉപകാരപ്രദമായിരുന്നു എന്നുള്ളത് 1-2 ലീഡേഴ്സിന് പറയാം. പെട്ടെന്ന് വരാം, സമയം മുട്ടുകളയല്ല. നമ്മളെല്ലാവരും ലീഡേഴ്സ് എന്ന് പറഞ്ഞ നേതാക്കന്മാരാണ്. നമ്മൾ മുമ്പിൽ നിന്ന് നയിക്കേണ്ട ഫ്രണ്ട് റണ്ണേഴ്സാണ്. പുറകോട്ട് പോയിരിക്കാം. സാറ് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നത്. എല്ലാം വളരെ നന്നായി മനസ്സിലായി സാറേ. ഓക്കെ, താങ്ക് യു. ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വേറെ ആരാണ് സംസാരിക്കാത്ത ആൾക്കാർ? സംസാരിക്കൂ. ടൈം ഈസ് പ്രഷ്യസ്. 8:50. ജോലി സാറേ, ആ, കേക്കണ്ട? കേൾക്കാം. ഞാനൊരു 3 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷേപ്പ് ഷിഫ്റ്റ് കഴിക്കണ്ടായിരുന്നു. ഓക്കെ, അത് മാത്രം കഴിക്കുന്നത്. 3 കിലോ വെയിറ്റ് കുറഞ്ഞു. കൺഗ്രാജുലേഷൻ. വണ്ണം കുറഞ്ഞ് 41 ഇഞ്ച് വയറുണ്ടായിരുന്നു. അപ്പൊ 38 ഉള്ളൂ. 38 കൺഗ്രാജുലേഷൻ. പിന്നെ ജിമ്മ് കളിക്കണ്ട്. ജിമ്മിന്റെ എക്സസൈസ് കുറച്ച് നമ്മള് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഏതായാലും 10 ദിവസം കൊണ്ട് പത്രം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാജുലേഷൻ. വെരി നൈസ് പ്രസന്റേഷൻ. താങ്ക് യു പ്രസന്ന മാഡം. വേറെ ആരാണ്? 9 മണിയായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമ്മൾ രജീഷ് സാർ കംഫർട്ടബിൾ ആണോ? പേഴ്സണലി ഒരു ഇൻവിറ്റേഷൻ വേണ്ടി കൊടുക്കാം വൈറ്റ് സിറ്റി പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ പറവൂർ മറ്റു ലീഡേഴ്സ് ആരാണുള്ളത്? രജീഷ് ജി ഫ്രീ ആണെങ്കിൽ വിളിക്കാം. ബിനു സാറ് പ്രത്യേകം നന്ദി തുടങ്ങിയതിന്. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഓക്കെ, ഞായറാഴ്ച പ്രോഗ്രാം ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുമോ? ആ, ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ശുഭരാത്രി നേരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ 6 മണിക്കത്തെ ഹാപ്പിനെസ് വർക്ക്ഷോപ്പിലേക്ക് വന്ന് പാട്ടൊക്കെ പാടാം, നല്ല നല്ല മെസ്സേജുകളൊക്കെ കേൾക്കാം, പഠിക്കാം, ഹാപ്പി ആവും. അപ്പൊ അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. Bye. Good night. Thank you, sir. Thank you all. താങ്ക് യു സാർ.